തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ 2.5 വയസ്സുള്ള പെൺകുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവ്. ഇതിനെ സംബന്ധിക്കുന്ന ഒരു പരിശോധന ഈ കുട്ടിയെ കൊണ്ടുപോയി തൈക്കാട് ആശുപത്രി ഉടൻ തന്നെ നടക്കുകയും അതനുസരിച്ച് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ഒരു വിങ് തിരുവനന്തപുരം തൈക്കാട് പ്രവർത്തിക്കുന്നുണ്ട്. അത് അവിടെ 2-3 ആയമാരാണ് 2 കുട്ടികളെ നോക്കുന്നത്. ഡേ ആൻഡ് നൈറ്റ് നോക്കണം. അവിടെ 2.5 വയസ്സുള്ളൊരു പെൺകുട്ടിയും അതേസമയത്ത് 1 വയസ്സുള്ളൊരു ആൺകുട്ടിയും. 2 പേർക്കും മാതാപിതാക്കളില്ല, അനാഥരാണ്. കഴിഞ്ഞ ദിവസം ആ കുട്ടിയെ ഒരായ കുളിപ്പിച്ചപ്പം അതിൻ്റെ ജനനേന്ദ്രിയത്തിൽ മുറിവ് കണ്ടു, അതിന് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആയ അവിടുത്തെ ശിശുസമിതി സെക്രട്ടറി അരുൺ ഗോപിയെ അറിയിച്ചു. അതേ ഉടൻ തന്നെ കുട്ടിയെ തൈക്കാട് ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചു. അവിടെ പരിശോധിപ്പിച്ചപ്പോൾ അതിന് മുറിവേറ്റിട്ടുണ്ട്. ഉടൻ തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തു. മ്യൂസിയം പോലീസ് ഇത് സംബന്ധിച്ചൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോക്സോ കേസാണ്. കുട്ടിയാണ്, അതിൻ്റെ ജനനേന്ദ്രിയത്തിലാണ് ഈ മുറിവ് വന്നിരിക്കുന്നത്. 2.5 വയസ്സുള്ള കുട്ടിയാണ്. അവിടെ 3 ആയമാരാണ് ഈ കുട്ടിയെ നോക്കുന്നത്. മഹേശ്വരി, അജിത, സിന്ധു കുളിപ്പിച്ച സന്ദർഭത്തിലാണ് ഈ മുറിവ് ഏൽപ്പിച്ചതെന്ന് പറയുന്നു. അത് എങ്ങനെ, എന്ത് കാര്യത്തിന് ഏൽപ്പിച്ചു എന്നുള്ള ചോദ്യത്തിൽ അത് കുട്ടി മൂത്രമൊഴിച്ചു, ബെഡിൽ മൂത്രമൊഴിച്ചു, അതിനു വേണ്ടി അതിൻ്റെ വൈരാഗ്യത്തിൽ, അതിൻ്റെ അരിശത്തിലാണ് അതിനെ മുറിവേൽപ്പിച്ച് അതിൻ്റെ സ്വകാര്യ ഭാഗത്ത്. അതിക്രൂരമായ ഒരു സംഭവമാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരമ്മയാണ്, അമ്മയായ സ്ത്രീകളാണ്, അവിടുത്തെ ആയമാരാണ്, ആ കുട്ടികളെ രാവും പകലും നോക്കേണ്ടവരാണ്, അവർ ഷിഫ്റ്റ് വെച്ച് നോക്കുന്നവരാണ്. ഏതായാലും 3 പേരെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു. ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും മഹേശ്വരി, അജിത, സിന്ധു എന്നീ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എങ്കിലും അതിനകത്ത് അജിതയാണ് പരിക്കേൽപ്പിച്ചെന്നാണ് മറ്റുള്ളവരുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അജിതയ്ക്കെതിരായിട്ട് 1-ാം പ്രതി അജിതയായിട്ടായിരിക്കും പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റു 2 പേരും അവർ ഇത് അറിഞ്ഞിട്ട് സമയത്തിന് അറിയിക്കാത്തതുകൊണ്ട് അവർക്കും അതിന് പങ്കുണ്ട് പോക്സോ കേസ് അനുസരിച്ച്. അങ്ങനെയാണ് അവരുടെ പ്രതിയായിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും എന്ത് കാരണത്തിലാണ് മുറിവേൽപ്പിച്ചത്, എങ്ങനെയാണ് അത് സംഭവിച്ചത്, ആയുധം ഉപയോഗിച്ചിട്ടാണോ എന്താണെന്നൊക്കെയുള്ള പോലീസിൻ്റെ അന്വേഷണത്തിലെ മനസ്സിലാവുന്നുണ്ട്. അതോ കൈകൊണ്ടാണോ മുറിവേൽപ്പിച്ചത്? 2.5 വയസ്സുള്ള കൊച്ചിനെ മറ്റൊരായ കുളിപ്പിച്ചപ്പോഴാണ് ആയോട് പറയണേ, എനിക്ക് എൻ്റെ ഇന്ന ഭാഗത്ത് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് അവർ പരിശോധിച്ചപ്പോഴാണ് ഈ മുറിവ് കാണുന്നത്. ഏത് രീതിയിലാണ് എന്നെ മുറിപ്പെടുത്തിയെന്ന് നമുക്കറിയില്ല. അതെന്തായാലും മ്യൂസിയം പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ അത് വെളിയിലോട്ട് വരും. ഏതായാലും അവരെ റിമാൻഡ് ചെയ്യും. ആ മാതാപിതാക്കളില്ലാത്ത ഈ 2 കുട്ടികളെ ശിശുക്ഷേമ സമിതിയാണ് സംരക്ഷിക്കുന്നത്. ഇവിടെ നമുക്ക് അമ്മത്തൊട്ടിൽ കിടക്കുന്ന പല കുട്ടികളെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്ന കുട്ടികളെ ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിൽ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. ഇത് അനാഥരായ കുഞ്ഞു കുട്ടികളാണ് 2 പേര്. 1 വയസ്സുള്ള ഒരു ആൺകൊച്ചും 2.5 വയസ്സുള്ള പെൺകൊച്ചുമാണ്. അതിക്രൂരമായ ഒരു പെരുമാറ്റമായിപ്പോയി. അത് ഏതായാലും ആ കൊച്ചിനെ ഒരു ഇൻഫെക്ഷൻ തട്ടുന്നതിന് മുമ്പ് അവരെ കണ്ടുപിടിച്ച ഒരു സ്ത്രീ. ഏതായാലും 7 പേരവിടെ ടേൺ വെച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു തോന്നുന്നു. 7 പേരെയും ടെമ്പററി ആയിട്ട് ജോലി കൊടുത്തവരാണ്. 7 പേരെയും പിരിച്ചുവിട്ടെന്ന് അരുൺ ഗോപി അവിടുത്തെ ശിശുസമിതി സെക്രട്ടറി പറയുകയുണ്ടായി. ഏതായാലും ഇവിടെ പ്രത്യേകിച്ച് ശിശുക്ഷേമ സമിതിയിലെ ടെമ്പററി ആയിട്ട് ഒരു ഡോക്ടറുടെ സേവനം തീർച്ചയായിട്ടും അവിടെ ലഭ്യമാക്കണം. കാരണം അവിടുത്തെ ആയമാർ തന്നെ ഇതുപോലെ മുറിവേൽപ്പിച്ച എന്ത് ചെയ്യും? പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളാണ്, അനാഥരാണ്, മാതാപിതാക്കളില്ല, അവർക്ക് സംസാരിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ആയമാർ അവർ പീരിയോഡിക്കലായി ഡോക്ടർമാരുടെ ചികിത്സയൊക്കെ ഉണ്ടാവും, അല്ല അസുഖമൊക്കെ വന്നാൽ. പക്ഷേ എല്ലാ ദിവസവും ഇവരെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു പോസ്റ്റ് ഉണ്ടാക്കുന്നത് എത്രയോ ലക്ഷം രൂപ നമ്മൾ ഇതുപോലെയുള്ള ആൾക്കാർക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. കാരണം ആയമാർക്കൊക്കെ അതുപോലെ ഡെയിലി വേജ് ശമ്പളം കൊടുക്കുകയാണ്. ഒരു ഡോക്ടർ
ഏതെങ്കിലും അവിടെ വിസിറ്റ് ചെയ്യുന്നതല്ല ഉദ്ദേശിക്കുന്നത്. പെർമനൻ്റായിട്ട് ശിശുക്ഷേമ സമിതിയിൽ ഒരു ഡോക്ടറുടെ സേവനം അനിവാര്യമാണ്, അല്ലെങ്കിൽ 2 പേരുടെ സേവനം അനിവാര്യമാണ്. അത് സാധാരണ ഇതുപോലെ പരിശീലനം ചെയ്യിച്ചാൽ പ്രത്യേകിച്ച് ഒരു MBBS മാത്രമായാലും മതി, പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നും വേണ്ട. അവരെ നിത്യമായി ഇതുങ്ങളെ പരിശോധിക്കണം. ഈ രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പം തന്നെ മെഡിക്കൽ എയ്ഡ് കൊടുക്കണം. അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റണം. അല്ലാതെ അവിടുത്തെ ജീവനക്കാരുടെ അടുത്ത് പരാതി പറയുന്ന സമയത്ത് മാത്രമല്ല ചികിത്സിക്കേണ്ടത്. കൊച്ചുകുട്ടികളെ സംരക്ഷിക്കേണ്ടത് അങ്ങനെയല്ല. അതുകൊണ്ട് ഇക്കാര്യം ശിശുക്ഷേമ സമിതി ശ്രദ്ധിക്കണം. ഗവൺമെൻറ്റിലെ അറിയിച്ചിട്ട് അവിടെ തീർച്ചയായിട്ടും ഒരു 2 ഡോക്ടർമാർ, സാധാ ഡോക്ടർമാരുടെ സേവനം അവിടെ വേണം. അവർ ഡെയിലി കുട്ടികളെ നോക്കും, പരിശോധിക്കും. അവർക്കുണ്ടായ അസുഖങ്ങളൊക്കെ അപ്പം തന്നെ അവർക്ക് തന്നെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു നടപടിയും കൂടെ വേണം. ഏതായാലും സമയത്തിന് ഈ മുറിവ് കണ്ടെത്തി അത് ആ ജനറൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിലേക്ക് വരികയും അരുൺ ഗോപി അത് അന്നേരം തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ തൈക്കാട് ആശുപത്രി കൊണ്ടുപോയി അതിന് വേണ്ട ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കുകയും അതിന് വേണ്ട നടപടിയെടുക്കുകയും പോലീസിനെ അറിയിക്കുകയും അങ്ങനെ 3 പേരെ പോക്സോ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.